ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ആവിയേറ്റി ചോറ് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ചൂടാക്കി ആവിയേറ്റി. പിന്നെ കുറച്ച് ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ചൂടാക്കി അത് രാവിലെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുട്ടങ്കോര ഉണ്ടായിരുന്നു കേട്ടോ, കിളിമീൻ എന്നൊക്കെ പറയില്ലേ, ആ മീനായിരുന്നു കറി വെക്കാൻ. അപ്പോൾ അത് കറി ഉണ്ടാക്കി. ചോറ് ചോറ് വെച്ച് അത് ഊറ്റിയെടുത്ത്. പിന്നെ കൊള്ളി പുഴുങ്ങിണ്ടായിരുന്നു, കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, അത് പുഴുങ്ങിണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു രാവിലെ. അപ്പോൾ കൊള്ളി പുഴുങ്ങി, മുളക് കറി വെച്ച്, കിളിമീൻ തന്നെ വറുക്കാനും എടുത്തിട്ടാണ്. നല്ല മീനായിരുന്നു കേട്ടോ, നല്ല കയമ്പുള്ള മീനായിരുന്നു. പപ്പായ ഉപ്പേരി ഉണ്ടാക്കി. ഒരു ദിവസത്തെ ഫുഡ് പരിപാടിയാണ് ഇട്ടതൊക്കെ. പപ്പായ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ വലിയൊരു പപ്പായ പഴുത്തുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുറച്ച് തിന്നോക്കി. അത് കുറച്ച് തിന്നുട്ടോ ഞാൻ തന്നെ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് വറുത്ത് പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പായ ഉപ്പേരി ഉണ്ടാക്കി, പയറുപ്പേരി ഉണ്ടാക്കിയിട്ടാ. പിന്നെ അത് ക്യാമറയിലേക്ക് പുക കടന്നപ്പോൾ ക്ലിയർ ഇല്ലാതായി. പിന്നെ കടല ഉപ്പേരിച്ചിട്ടുണ്ടായിരുന്നു. കടലയുടെ കാര്യം പറയണ്ട, കടല ഉണ്ടാക്കാൻ വേണ്ടി 2 ദിവസം മുന്നേ വെള്ളത്തിലിട്ട കടലായിരുന്നു. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ 2 ദിവസം പുട്ടുണ്ടാക്കാനൊന്നും പറ്റിയില്ല. അത് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ നന്നാക്കി. അതിൻ്റെ ഇടയിൽ പഞ്ചായത്തിലൊന്ന് പോയി. പഞ്ചായത്തിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, പഞ്ചായത്തിൽ പോയി. അവിടുന്ന് അതൊക്കെ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്ന്. ഇതിപ്പോൾ അനിയത്തിയുടെ വീട് പണിയുടെ കേട്ടോ, അനിയത്തിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടു പോയി നോക്കി. അപ്പോൾ അവരിങ്ങനെ ടൈല് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പണി കഴിയാനായി തുടങ്ങി. ബാത്റൂമാണ്, ബാത്റൂമിൻ്റെ പണിയാണ്. ടൈലാണത്. അപ്പോൾ ആ ടൈല് നല്ല ഭംഗിയുള്ള ഒരു ടൈലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ അത് വേറൊരു ബാത്റൂമിൻ്റെ കേട്ടോ. എന്തൊക്കെ വെച്ച് പിടിപ്പിക്കണൊക്കെ കാണാണ്ട് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് പുറത്തെ ബാത്റൂം കേട്ടോ. അതെനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത്. ഞാൻ യൂറോപ്പിൽ യൂസ് ചെയ്യില്ല. അപ്പോൾ അവിടെ പുറത്തൊരു ബാത്റൂം ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനത്തെ സാധാ നിലത്തുള്ള ക്ലോസറ്റില്ലേ, അത് വെച്ചിട്ട് പുറത്തൊരു ബാത്റൂം. എൻ്റെ മകളുടെ വീട്ടിലും എൻ്റെ അനിയത്തി അതേപോലെ ചെയ്തിട്ട് എനിക്ക് പുറത്തെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അകത്ത് ഇഷ്ടമല്ല, അറ്റാച്ച്ഡ് ഇഷ്ടമല്ല. അത് യൂറോപ്പിൽ തീരെയും പറ്റൂല. അതങ്ങനെ എൻ്റെ അയൽവക്കത്തെ വീട്ടിലേക്കൊന്ന് പോവായിരുന്നു രാവിലെ. ആ ഗേറ്റ് തുറന്ന് കടന്നതും നായ്ക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ നായ്ക്കൾ എന്നെ കണ്ടോടുകൂടിയൊക്കെ എനിക്ക് അതിലേക്ക് പോയിരുന്നു. അപ്പം ഞാൻ ഇപ്പുറത്ത് കൂടെ വരുമ്പോഴത്തേന് ഇവിടെ കിടക്കണ ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്, ഒരുപാട് നായ്ക്കളുണ്ട് കണ്ടോ. ഞാൻ പേടിച്ചിറങ്ങിയിട്ട് ഞാൻ നല്ല വീഡിയോ എടുത്താട്ടാ. അവർ വീട്ടിലുള്ളവരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഈ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് വെട്ടാൻ കമ്പിമേലേക്കുള്ള ലൈനിലൊക്കെ വെട്ടാൻ വന്നപ്പോൾ ഒരു മുരിങ്ങ നിന്നത്, അതിൻ്റെ കമ്പ് മുഴുവൻ വെട്ടിയിട്ട്. അപ്പം അതിൻ്റെ മുരിങ്ങയുടെ ഇല കേട്ടോ, അത് മുരിങ്ങയുടെ ഇല കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊരു കറി വെച്ച്.
കണ്ട കറി വെച്ച് പരിപ്പിട്ട് കറി വെച്ചിട്ടാ പരിപ്പും മുരിങ്ങടലും കൂടി വേവിച്ചതാണത്. പിന്നെ ഞാൻ തേങ്ങ അരച്ച് വേറെ അതിൽ കലക്കി അങ്ങനെ അതൊരു കറിയാക്കി. തേങ്ങ അരച്ച് കലക്കി കറിയാക്കിട്ടാ. പിന്നെ കുക്കിംഗ് വീഡിയോ ഞാൻ ഇടൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ എൻ്റെ ഒരു വീഡിയോയിൽ. കുക്കിംഗ് വീഡിയോ ഞാൻ ഇടൂല എന്ന്. കാരണം പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ചെറുതായി പഠിച്ച് എഡിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോ ഇടണട്ടാ. പിന്നെ ചോറുണ്ട്. ചോറിൽ എന്തോ ഒരു കുഴി പോലെ കാണുന്നെന്ന് പറയണ്ട. ചോറ് മൊരിഞ്ഞാൻ നോക്കിയതാണ്. പിന്നെ മീനാണ്, ഇങ്ങനത്തെ എന്തോ ഒരു മീനാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ മീനാണ് കിളിമീനും ഉണ്ടായിരുന്നു വറുക്കാൻ. പിന്നെ ആ മീനൊരു മുള്ളൻ പോലത്തെ ഒരു മീൻ, എന്ത് മീനാണോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം അത് വറുത്ത്